നമസ്കാരം. മന്ത്രി വീണ ജോർജിനെതിരെ ഇവിടെ ഒരു ഗൂഢാലോചന സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ അപകടവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. മന്ത്രിയുടെ ഒരു പ്രതികരണത്തെ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു കൂട്ടം രാഷ്ട്രീയക്കാരും ചില മഞ്ഞ ഓൺലൈൻ ചാനലുകാരും അവരെ കടന്നാക്രമിക്കുന്നുണ്ട്. അതിന് അവർ ചെയ്ത തെറ്റെന്താണ്? ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണം, അതായത് കോട്ടയത്തുണ്ടായിരുന്ന മന്ത്രി അപകടമുണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ നിന്ന് പാഞ്ഞ് അവിടേക്ക് എത്തുകയാണ്. എത്തിയതിനു ശേഷം അവിടെ അറിയാലോ, എന്ത് സംഭവം ഉണ്ടായാലും മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ കച്ചവടക്കാരുടെ ഒരു ഉന്തും തള്ളുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ സഹപ്രവർത്തകർ സ്ഥലത്തെത്തിയപ്പോൾ മൈക്ക് വെച്ചപ്പോൾ അവർ പ്രതികരിച്ചു. സ്വാഭാവികമായിട്ട് അവർ പ്രതികരിച്ച കാര്യങ്ങൾ എന്തായിരിക്കും? മനസ്സിന്ന് ഉൾക്കാഴ്ചയിലൂടെ പറഞ്ഞതായിരിക്കില്ലല്ലോ. ബന്ധപ്പെട്ട അതിന്റെ ചുമതലക്കാരോട് അന്വേഷിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അത് രണ്ട് മന്ത്രിമാർ പ്രതികരിച്ചു. അവരാരും ഇനി ബോഡി കിട്ടാനില്ല എന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല. കണ്ടേ. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് ഇവിടെ ഒരു മുറിവുണ്ട്, സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു ഇന്റേണൽ ഇഞ്ചുറി ഇല്ല, അത് തുന്നലിട്ടാലും മതിയാകും. മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതുവരെ ഇപ്പോൾ അവിടെ മെഷീൻ എത്തിയിട്ട് അത് പരിശോധന കൂടി നടത്തുകയാണല്ലോ. അങ്ങനെ ഒരു വിവരമില്ല. ഗുരുതരമായ പരിക്കൊന്നുമില്ല, ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഇപ്പോൾ. നമുക്കിപ്പോൾ തന്നെ ബാക്കി കാര്യം കൃത്യമായിട്ട് ഇവിടെ ബാക്കി JCB കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഇല്ല. ചിലപ്പോൾ ഇനി മറ്റേതെങ്കിലും മാധ്യമങ്ങളിൽ ഒരു വാക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്നല്ലാതെ മറ്റെന്തെങ്കിലും എന്റെ സ്വന്തം നിലയ്ക്ക് പറഞ്ഞാൽ നാളെ അത് ഹീറോയിസമാകും. മന്ത്രി ദാ വന്ന് ഷോ കാണിച്ചിട്ട് പോയി എന്നാകും. അവിടെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളെ അവർ കേട്ടു. ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ വിശ്വാസ്യതയിൽ എടുക്കേണ്ടത്, അല്ലാതെ കേരളത്തിലെ മാപ്രകളെയും ചില രാഷ്ട്രീയക്കാരെയുമല്ല. അവർ പറഞ്ഞ പ്രതികരണങ്ങൾ, അത് വാസവൻ പറഞ്ഞിട്ടുള്ളതായിക്കോട്ടെ, ഇനിയിപ്പോ JCB അവിടെ പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി മറ്റതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം എന്നുള്ള പ്രതികരണം രാവിലെ 11:45 അവർ നടത്തുന്നുണ്ട്. മന്ത്രിയുടെ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് 2 മണിക്കൂർ അവിടെ പരിശോധന നടക്കാതിരുന്നത് എന്നുള്ള ഒരു പ്രത്യേകതരം വാർത്താ വിസ്ഫോടനം അങ്ങ് ഉണ്ടാവുകയാണ്. ഒരു ഹോസ്പിറ്റൽ അതിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയാണ്. അത് ഉപയോഗിക്കാത്തതാണെന്ന് സൂപ്രണ്ട് പറയുകയാണ്. സൂപ്രണ്ടിനെ അല്ല വിശ്വസിക്കേണ്ടിയിരുന്നത്, മന്ത്രി അവിടെ വന്നുടനെ മാധ്യമങ്ങളെ വിശ്വസിക്കണമായിരുന്നു അത്രേ. അതിനെ സംബന്ധിച്ച് അവർ ചോദ്യം ചോദിച്ചു, എന്താണ് കിട്ടുന്ന വിവരങ്ങൾ പങ്കുവെച്ചു. ഞാൻ ചോദിക്കുന്നത്, വേണമായിരുന്നെങ്കിൽ ഈ മാധ്യമങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത്തരം വാർത്താ വിസ്ഫോടനത്തിന് ഇന്ന് അവസരം ഉണ്ടാകുമായിരുന്നു? ഇല്ലായിരുന്നല്ലോ. ആ 2 മന്ത്രിമാരും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഒരു വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ളതും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്ക് ജില്ലയിൽ ഉള്ളപ്പോ ആ പ്രദേശത്തേക്ക് ഓടി വരികയാണ്. അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം എന്തെങ്കിലും കാണിക്കാനുണ്ടോ? ആ 2 പ്രതികരണത്തിൽ നിങ്ങൾക്ക് എന്ത് വൈരുദ്ധ്യമാണ് തോന്നിയത്? ന്യൂസ് 24/7 മലയാളം കാണിച്ച 2 പ്രതികരണങ്ങളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഇതല്ലാതെ പൊടുന്നനെ മന്ത്രി കാരണം അവിടെ രക്ഷാപ്രവർത്തനം വൈകി, മന്ത്രി കാരണം ഒരു ജീവൻ പോയി, എന്ത് തരം അജണ്ടയാണ് അതിന് പിന്നിലുള്ളതെന്ന് നോക്കിയേ. അതായത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ള വീണ ജോർജ് വിരോധികൾ തങ്ങളുടെ എല്ലാ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് മന്ത്രിയായതിലെ വല്ലാത്ത അസംതൃപ്തി, അവർ ഉണ്ടാക്കി കൊടുക്കുന്ന ചില കഥകൾ, അത് സതീശന് സംഘത്തിന് മുൻകൂട്ടി നടത്തി വെച്ചിരിക്കുന്ന ചില കൊട്ടേഷൻ പണി, അല്ലെങ്കിൽ മുൻകൂട്ടി അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ സൃഷ്ടിക്കുന്നു. ഇവർ പല കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു, അതിന് വല്ലാത്ത വാർത്താ പ്രാധാന്യം കൊടുക്കുന്നു. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കേണ്ടതായി പറയുന്നത്. കാര്യം നേരത്തെ എന്താണോ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ സംഭവിച്ചത്, സമാനമാണ് ഇന്നിപ്പോ ഇവിടെയും അവരുടെ ഒരു പ്രതികരണത്തെ അടർത്തിയെടുത്തുകൊണ്ട് നടന്ന മാധ്യമ വേട്ടയെന്നും, ഒപ്പം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരാളെ അവർ കൃത്യമായിട്ട് ചെയ്യുന്ന ജോലിയിൽ അസൂയ പൂണ്ടിട്ട് ഈ രീതിയിൽ ആക്രമിക്കാൻ വേണ്ട അജണ്ട സെറ്റ് ചെയ്തതെന്ന് നിസ്സംശയം പറയാം. അവർ പറഞ്ഞ വാക്കുകളിൽ യാതൊരു തെറ്റുമില്ല. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ അവരുടെ ഉദ്യോഗസ്ഥരെ തന്നെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് പറയുന്നതിനപ്പുറം അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒരു ജീവൻ നഷ്ടപ്പെട്ടത് ദൗർഭാഗ്യകരമാണ്. അതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി എടുക്കുകയാണ് വേണ്ടത്. അതല്ല, ഇവർക്ക് ആറന്മുളയിൽ ചില രാഷ്ട്രീയ താല്പര്യമുണ്ട്. അതുകൊണ്ട് വീണ ജോർജിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ഈ സംഭവം അത് ദാരുണമാണ്. അതുമായി ബന്ധപ്പെട്ട് വീണ ജോർജിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇതിൽ പ്രത്യേക അജണ്ടയുണ്ട്, അതിന് പ്രത്യേക താല്പര്യമുണ്ടെന്ന് വളരെ കൃത്യം പറയാൻ കാരണം, ആ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിൽ ചിലരുടെ കിറുകിറുപ്പ് നേരിട്ട് കേട്ടിട്ടും കണ്ടിട്ടുമുള്ളതിന്റെ ഭാഗമാണ്. പിന്നീട് അവർക്ക് എങ്ങനെ ഇപ്പോ വലതുപക്ഷ രാഷ്ട്രീയത്തെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഏതും വിവാദമാക്കുന്നതിന് വേണ്ടി ഈ ഒരു വാക്കിനെ വളച്ചൊടിച്ചതാണെന്ന്
വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്.